വനംവകുപ്പ് ഓഫീസ് ആക്രമിച്ച കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് PV അൻവറിന് രാഷ്ട്രീയ ഉയർത്തെഴുന്നേൽപ്പായി. CPM-മായി തെറ്റിപ്പിരിഞ്ഞ് സ്വന്തം പാർട്ടി ഉണ്ടാക്കി ഒരു മുന്നണിയിലും ഇടം കിട്ടാതെ പോയ അൻവറിനോടുള്ള UDF-ന്റെ സമീപനം മാറാൻ അറസ്റ്റ് കളമൊരുക്കിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി എന്നിവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് ഇത് വ്യക്തമാണ്. സ്വന്തം മുന്നണിയിലോ പാർട്ടിയിലോ അനീതിക്കെതിരെ പോരാട്ടം നടത്തുന്ന നേതാവ് സ്വന്തമായി ഒരു പാർട്ടി രൂപീകരിച്ചാൽ മതി. രാഷ്ട്രീയമായി ദുർബലമാകുന്നത് അപ്പോൾ തുടങ്ങും. പ്രത്യേകിച്ചും മുന്നണി സമ്പ്രദായത്തിന് ഞെരുക്കമുള്ള കേരളത്തിൽ CPM-ലും തെറ്റിപ്പിരിഞ്ഞ് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള അഥവാ DMK രൂപീകരിച്ച PV അൻവർ ഏതാണ്ട് അത്തരമൊരവസ്ഥയിലായിരുന്നു. എന്നാൽ നിലംപറ്റിക്കിടന്ന PV അൻവറിനും അൻവറിന്റെ പാർട്ടിക്ക് ലഭിച്ച മൃതസഞ്ജീവനിയാവുകയാണ് വീട് വളഞ്ഞുള്ള അറസ്റ്റ്. മുന്നണികൾ കയറിപ്പറ്റാനാകാതിരുന്ന അൻവറിന്റെ തലവര തിരുത്തിയെഴുതാൻ അറസ്റ്റ് ഉപകരിക്കുന്നു. UDF-ന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടി പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണം. ആ തീരുമാനം ഘടകകക്ഷികളെ അറിയിക്കണം. അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. അതിന്റെ സമയമായിട്ടില്ല, സമയമാകുമ്പോൾ ആലോചിക്കും. അൻവറിന്റെ UDF പ്രവേശനത്തെ എതിർത്തിരുന്ന VD സതീശന്റെ സമീപനത്തിൽ വന്ന മാറ്റം ഒറ്റപ്പെട്ട സംഭവമല്ല. UDF-ലെ ഘടകകക്ഷികളും മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. UDF ആ വിഷയം ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പ്രതിപക്ഷതാവിനോട് സംസാരിച്ചിരുന്നു, ശ്രീ രമേശ് ചെന്നിത്തലയോട് സംസാരിച്ചിരുന്നു, KPCC നേതാക്കളോട് ഇതിൻ്റെ ഇടയിലൊക്കെ പല പ്രാവശ്യം സംസാരിച്ചിരുന്നു. ഞങ്ങൾ പാർട്ടിയിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ച വന്നിരുന്നു. CMP ജനറൽ സെക്രട്ടറി CP ജോണും അൻവറിന്റെ UDF പ്രവേശനത്തെ അനുകൂലിക്കുന്നുണ്ട്. രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയാൽ ആലോചിക്കുമെന്ന തലത്തിലേക്ക് RSPയും എത്തിയിരിക്കുന്നു. ഫലത്തിൽ അറസ്റ്റോടെ അൻവറിന്റെ രാഷ്ട്രീയ ശനിദശ മാറുകയാണ്. വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തവർക്ക് ശുക്രദശ ഉദിച്ചതാണ് കേരള രാഷ്ട്രീയത്തിലെ സമീപകാല അനുഭവം. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ അതിന്റെ ഏറ്റവും നല്ല തെളിവ്. 24 തിരുവനന്തപുരം.